Okay. Next we do the 8th question. The question is, if A and B are two events such that probability of A equal to 1 by 2, probability of B equal to 7 by 12, and probability of A complement union B complement equal to 1 by 4. We want to find probability of A intersection B, and the second question is check whether A and B are independent events. എപ്പോഴാണ് രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആകുന്നത്? രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണെങ്കിൽ നമ്മുടെ ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഞാനീ പറഞ്ഞത്. ഇനി നമുക്ക് ഫസ്റ്റ് കാണണം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഫൈൻഡ് ചെയ്യണം. സോ അപ്പോൾ we have the given conditions are probability of A equal to 1 by 2, probability of B equal to 7 by 12, and probability of, this is one of the important condition for solving the given question, probability of A complement union B complement equal to 1 by 4. ഓക്കെ, ഞാനപ്പോൾ അത് മനസ്സിലാവാനായിട്ട് ഞാനൊരു വെൻ ഡയഗ്രാം വരച്ചു കേട്ടോ. ആ വെൻ ഡയഗ്രത്തിൽ ഞാനിവിടെ രണ്ട് സെറ്റ്സ് എടുത്തു, സെറ്റ് എയും സെറ്റ് ബിയും കണ്ടോ, സെറ്റ് എയും സെറ്റ് ബിയും. ഇനി അവിടെ നമുക്ക് തന്നിരിക്കുന്ന എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞേതാ? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിൽ വരാത്ത പോർഷൻ അല്ലേ? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്ത പോർഷൻ യു മൈനസ് എ, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് മൈനസ്, അതാണ് ആ ബിയിൽ വന്നിരിക്കുന്ന ഷെയ്ഡഡ് പോർഷൻ. ഇനി ഇതുപോലെ അടുത്തത് ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബിയിൽ വരാത്ത പോർഷൻ, ബിയിൽ വരാത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ എയിൽ വരുന്ന ഒരു പോർഷൻ, ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കൂടുന്നതാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഞാൻ ഈ രണ്ട് സൈഡിലും വരച്ചിരിക്കുന്ന ഷെയ്ഡഡ് പോർഷൻ്റെ യൂണിയനാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. നമുക്കിവിടെ പ്രോബബിലിറ്റിയുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പോർഷൻ, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് 1/4 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കി, ആ നടുക്ക് വന്നിരിക്കുന്ന പോർഷൻ കണ്ടോ? നടുക്ക് വന്നിരിക്കുന്ന പോർഷൻ ഏതാണ്? എ ഇൻ്റർസെക്ഷൻ ബി ആണല്ലോ അല്ലേ? രണ്ടിൻ്റെയും എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള പാർട്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ യൂണിയൻ എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ബിയുടെ യൂണിയൻ എന്താ വരുന്നത്? അതൊഴിച്ച് ബാക്കി വരുന്ന പോർഷൻ അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി ഒഴിച്ച് ബാക്കി വരുന്ന പോർഷൻ അല്ലേ? അപ്പോൾ അതേതാ വരുന്നത്? ബാക്കി ഞാൻ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനല്ലേ എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു റിസൾട്ട് കിട്ടി. എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനിവിടെ രണ്ട് സെറ്റ് വരയ്ക്കുകയാണ്, സെറ്റ് എയും സെറ്റ് ബിയും. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലില്ലാത്ത പോർഷൻ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് എ കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയിലില്ലാത്ത പോർഷൻ, ദാറ്റ് ഈസ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എയിലൊരു പോർഷനാണ് ബി കോംപ്ലിമെൻറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി യൂണിയനാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ആൻഡ് ദ കോമൺ പോർഷൻ ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും കോമൺ പോർഷനാണ് എ ഇൻ്റർസെക്ഷൻ ബി, അതാണ് നടുക്ക് വന്നിരിക്കുന്ന പോർഷൻ. ഓക്കെ, അതിൻ്റെ യൂണിയനാണ് അതിൻ്റെ കോംപ്ലിമെൻ്റാണ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ഒഴിച്ചിട്ട് വരുന്ന ബാക്കി പോർഷൻസ് കംപ്ലീറ്റ്, ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി now the given condition is probability of A complement union B complement equal to 1/4, but now we have one formula, A complement union B complement equal to what? നമ്മളിപ്പോൾ കണ്ടുവച്ചല്ലോ, ഇറ്റ്സ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. സോ അപ്പോൾ ഞാനത് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ദ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1/4 എന്ന് എഴുതി. ഓക്കെ, ഇനി പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എ കോംപ്ലിമെൻറ്റ്, പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ അല്ലേ? സോ അപ്പോൾ ആ ഒരു റിസൾട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 1/4. എന്ത് ചെയ്യുക? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഞാൻ റൈറ്റിലോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ 1/4 ടു ദ ലെഫ്റ്റ് സൈഡ്. സോ ദിസ് ബിക്കംസ് 1
-1/4. 1/4 ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് അല്ലേ, അത് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ മൈനസ് ആയി. അതുപോലെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് സൈനാണ്, റൈറ്റിലോട്ട് വന്നപ്പോൾ അത് പോസിറ്റീവ് സൈനായി. That is, take the LCM on the left side, we get 4 minus 1/4, that is 3/4 equal to probability of A intersection B. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് വെദർ ദ ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഓർ നോട്ട്. ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വി ഹാവ് എ കണ്ടീഷൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നാണെന്ന് നോക്കുക. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആൻസർ കിട്ടിയല്ലോ തൊട്ട് മുന്നത്തേൽ, ഇറ്റ് ഈസ് 3/4. അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ചെയ്യുമ്പോൾ 3/4 വരുമോ ഇല്ലയോ എന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് പി ഓഫ് എ ഈസ് 1/2 ആൻഡ് പി ഓഫ് ബി ഈസ് 7/12. സോ ദ ആൻസർ ഈസ് 7/24. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 3/4 ആണല്ലോ. സോ അപ്പോൾ okay, therefore P of A intersection B not equal to P of A into P of B. Thus the events A and B are not independent. Clear? Okay, next we move to the 9th question. The question is, let R be the relation on a set of Z and R is defined as set of a ordered pair AB such that 2 divides A minus B. നമുക്ക് R എന്ന് പറയുന്നൊരു റിലേഷൻ തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് 2 divides A minus B. ഈ തന്നിരിക്കുന്ന എയും ബിയും എല്ലാം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർ എന്ന് പറയുന്ന റിലേഷനിലെ ഒരു എലമെൻറ്റ് എ ബി ആകണമെങ്കിൽ, ഒരു എലമെൻറ്റ് ആറിൽ വരണമെങ്കിൽ അതിൻ്റെ ഡിഫറൻസിനെ 2 ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പാർട്ട് ഇതാണ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് എലമെൻറ്റാണ് നമ്മുടെ റിലേഷനിൽ ബിലോങ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു എലമെൻറ്റ് ആറിൽ വരണമെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഡിഫറൻസിനെ 2 ഡിവൈഡ് ചെയ്യണം. എ ബി ആറിൽ വരണമെങ്കിൽ എ മൈനസ് ബിനെ 2 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്, 2 4 ആണ്. 2 4 ആറിൽ വരണമെങ്കിൽ 2 - 4 ദാറ്റ് മീൻസ് -2 ആണ് വരുന്നത് അല്ലേ. -2നെ 2 ഡിവൈഡ് ചെയ്യുമല്ലോ അല്ലേ. സോ അപ്പോൾ നമുക്ക് പറയാം ഓക്കെ, ഇവിടെ 2 4 എന്ന് പറയുന്ന എലമെൻറ്റ് ബിലോങ്സ് ടു ആറാണ്, അല്ലെങ്കിൽ അത് ആറിലൊരു എൻട്രി ആണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ഓൾറെഡി ആൻസർ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അടുത്ത ഓപ്ഷൻ 3 8 ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 8 ആറിൽ വരുമോ? 3 - 8 എടുത്ത് നോക്കാം. -5 അല്ലേ. -5നെ 2 ഡിവൈഡ് ചെയ്യുമോ? ഇല്ല അല്ലേ. 2 ക്യാൻസൽ ചെയ്യില്ല, അപ്പോൾ അതവിടെ വരത്തില്ല. ഇനി 7 6 കേട്ടോ. അപ്പോൾ 7 - 6 എടുക്കുക. 1 അല്ലേ. 1നെ 2 ഡിവൈഡ് ചെയ്യുമോ? ഇല്ല. അടുത്തത് 8 7 എടുത്തു. 8 - 7 എന്ന് പറയുമ്പോഴേക്കും 1 വന്നു വയ്ക്കുക. 1നെ 2 ഡിവൈഡ് ചെയ്യുമോ? ഇല്ല. ഫ്രാക്ഷൻ വരും ഇവിടേക്ക്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് നമുക്കിവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ആറിൽ എൻട്രി ആയിട്ട് വരുന്നത് ഓർഡേഡ് പെയർ 2 4 ആയിരിക്കും. ഇനി നമുക്കതിലെ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. 9th ക്വസ്റ്റ്യനിൽ അവിടെ ചോദിച്ചിരിക്കുന്ന ചെക്ക് ദ എബോവ് റിലേഷൻ ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. തന്നിരിക്കുന്ന റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണോ? വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ എ റിലേഷൻ ടു ഇക്വലൻസ് റിലേഷൻ? നമുക്കറിയാം ദ റിലേഷൻ വിച്ച് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കണ്ടീഷന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആകാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ദ സിമിലർ പെയർ ബിലോങ്സ് ടു ആർ ആയിരിക്കണം ഫോർ എവറി എലമെൻറ്റ്സ് ഇൻ ദ ഡൊമൈൻ. ഇവിടെ എടുത്തിരിക്കുന്ന ഡൊമൈൻ ഇസഡ് ആണ്. ഫോർ എവറി എ ഇൻ ഇസഡ് എന്ന് അതാണ് എഴുതിയിരിക്കുന്നത്. അതായത് സിമിലർ പെയർസ് എന്ന് പറയുമ്പോൾ എയിലെ ഏതൊരു ഇസഡിലെ ഏതൊരു എലമെൻറ്റിൻ്റെ ഫോർമാറ്റാണ് എ എങ്കിൽ എ ആറിൽ വരണം. ഇനി അടുത്തത് സിമെട്രിക്. രണ്ടാമത്തെ കണ്ടീഷനാണ് സിമെട്രിക്. സിമെട്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ സപ്പോസ് ഒരു ഡിഫറെൻറ്റ് പെയർ എടുത്തു. എ ബി ബിലോങ്സ് ടു ആർ ആണ്. എ ബി ആറിലൊരു എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ തിരിച്ച് വരുന്ന എലമെൻറ്റും അതിൻ്റെ റിവേഴ്സ് ഓർഡറും ആറിൽ തന്നെ വേണം. അതായത് ബി എയും ആറിൽ ഉണ്ടാകണം ഫോർ എനി 2 എലമെൻറ്റ്സ് എ ബി ഇൻ ദ ഡൊമൈൻ ഇസഡ്. ഇസഡിലെ ഏത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയർ എടുത്താലും അവിടെ എ ബി ആറിലുണ്ടെങ്കിൽ ബി എയും ആറിൽ വേണം. അതാണ് സിമെട്രി പറയുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് ട്രാൻസിറ്റീവ്. മൂന്നാമത്തെ കണ്ടീഷൻ വരുന്നത് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്താ പറയുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 പെയേഴ്സ് ഇസഡിൽ നിന്ന് എടുക്കുക, എന്നിട്ട് 3 എലമെൻറ്റ്സ് ഇസഡിൽ നിന്ന് എടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് എ ബിയും ബി സിയും ആറിലുണ്ട്. ഇഫ് എ ബി ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ദെൻ ഇറ്റ്സ് കമ്പോസിഷൻ എ സി ഓൾസോ ബിലോങ്സ് ടു ആർ.
അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആയിരിക്കും. എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ അതിൻ്റെ കമ്പോസിഷൻ എ സിയും ആറിൽ വരണം. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇത് ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കുക. ഇസഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫുൾ ഇൻറ്റിജേഴ്സ് അല്ലേ. ഇൻറ്റിജേഴ്സിലെ ഏത് എലമെൻറ്റ്സ് ഇൻറ്റിജേഴ്സിൽ വരുന്നത് 0 0 1 1 -1 -1 2 2 -2 -2 3 3 -3 -3 എല്ലാം ഒരേപോലെയുള്ള പേഴ്സ് ആറിലുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കറിയാം ആറിലൊരു എലമെൻറ്റ് വരണമെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ അതിനെ 2 ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന സിമിലർ പേഴ്സിലല്ല 1 1 1 1 ആറിലുണ്ടോ? ആറിലുണ്ടാണെങ്കിൽ 1ൻ്റെ 1 -1 എടുക്കുക. 0 അല്ലേ, അതെന്തായാലും 0നെ 2 ഡിവൈഡ് ചെയ്യുമല്ലോ. അതുപോലെ 2 2 എടുത്തു. 2 2 എടുത്തിട്ടുണ്ടെങ്കിൽ 2 -2 അതും 0യാണ് വരുന്നത്. 3 3 എടുത്തു. 3 -3. അപ്പോൾ സിമിലർ പെയേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0യാണ് വരുന്നത്. സോ അപ്പോൾ 0നെ ഷുവറായിട്ടും 2 ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സിമിലർ പെയേഴ്സ് ഷുവറായിട്ടും എലമെൻ്റ് ആയിരിക്കും. സോ ദിസ് ആർ ഈസ് എ റിഫ്ലെക്സീവ്. ദിസ് ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന് പറയാം. റിഫ്ലെക്സീവ് റിലേഷനാണത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യണം സിമെട്രിക് ആണോ നോക്കാനായിട്ട് വി അസ്യൂം ദാറ്റ് എ ബി ബിലോങ്സ് ടു ആർ. എ ബി ആറിലുണ്ട്. എ ബി ആറിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 2 divides a minus b. If an element AB belongs to R, which means 2 divides a minus b. അതായത് a minus bനെ 2 ഡിവൈഡ് ചെയ്യുന്നു. എ മൈനസ് ബിനെ 2 ഡിവൈഡ് ചെയ്യുമെങ്കിൽ നമുക്ക് ഷുവറായിട്ട് പറയാം ബി മൈനസ് എനെയും 2 ഡിവൈഡ് ചെയ്യും അല്ലേ. എ മൈനസ് ബി എന്ന് പറയുന്ന എലമെൻറ്റിനെ 2 ഡിവൈഡ് ചെയ്യുമെങ്കിൽ അതിനെ തിരിച്ചു വരുന്ന ബി മൈനസ് എനെയും 2 ഷുവറായിട്ടും ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് ബി എ ബിലോങ്സ് ടു ആർ. ബി മൈനസ് എനെ 2 ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബി എ ആറിലുണ്ടെന്ന് അതിൻ്റെ മീനിങ്. ദെർഫോർ ബി എ ബിലോങ്സ് ടു ആർ. ദെർഫോർ ദിസ് കണ്ടീഷൻ ഹോൾഡ്സ്. അതുകൊണ്ട് നമുക്ക് പറയാം here the R is a symmetric relation. Okay, next condition transitive ആണോ നോക്കുക. That means we assume that AB and BC belongs to R. ABയും BCയും Rലെ എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ AC Rലെ എലമെൻ്റ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. AB Rലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഡിവൈഡ് മൈനസ്. ആൻഡ് ഓൾസോ BC Rലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 2 divides B minus C. ഓക്കെ, ഇനി ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കണം ഈസ് എ സി ബിലോങ്സ് ടു ആർ. എ സി ആറിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ 2 divides a minus c ആണെന്ന് കാണിക്കണം. 2 divides a minus c. a minus cനെ 2 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എ സി ആറിൽ വരുമല്ലോ. അതാണ് ഞാനിവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എ മൈനസ് സിനെ 2 ഡിവൈഡ് ചെയ്യുന്നു കാണിക്കണം. അപ്പോൾ എ മൈനസ് സിനെ ഞാനിങ്ങനെ ഒരു സമ്മായിട്ട് എഴുതി എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഉണ്ടോ. ഇവിടെ ഒരു മൈനസ് ബിയും പ്ലസ് ബിയും കൊടുത്തതും ക്യാൻസലായി പോകുമല്ലോ. ബാലൻസ് വരുന്ന ടൈം എന്ത് തന്നെയാണ്? എ മൈനസ് സി തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലുള്ളതിന് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് വരുത്തി ഞാൻ റൈറ്റ് സൈഡിൽ ഒട്ട് മാറ്റി എഴുതി കേട്ടോ. എന്താ ചെയ്തത്? മൈനസ് ബി ആഡ് ചെയ്തു, പ്ലസ് ബി ചെയ്തു, എന്നിട്ട് ബി ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. പിന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അതുപോലെ ബി മൈനസ് സിയും മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് എ മൈനസ് ബിനെയും ബി മൈനസ് സിനെയും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മിനെയും ഡിവൈഡ് ചെയ്യുമല്ലോ അല്ലേ. 2 എലമെൻറ്റിനെ 2 ഡിവൈഡ് ചെയ്യുമെങ്കിൽ അതിൻ്റെ സമ്മിനെയും 2 ഷുവറായിട്ടും ഡിവൈഡ് ചെയ്യും. ദറ്റ് മീൻസ് 2 divides a minus c. Therefore the ordered pair AC should belongs to R. Therefore R is an equivalence relation. Okay, നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ഇത്? ഓക്കെ, സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.